പ്രിയപ്പെട്ടവരെ, ഞാൻ ഉത്തമൻ കാടഞ്ചേരി ഉത്തര ക്രിയേഷൻസ് എന്ന ക്രിയേറ്റീവ് ചാനലിൻ്റെ മൂന്നാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലളിതം എന്ന കവി തന്നെ നമ്മളോട് ലളിതമായി പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊപ്പം ഞാനും അതിൻ്റെ പിറവി കൃത്യമായി ആസ്വദിച്ചു. ഇനി കവി തന്നെ മറ്റൊരു കവിതയായിട്ട്, ഒരു പാരിസ്ഥിതിക കവിതയായിട്ടാണ് വന്നിരിക്കുന്നത്. കാറ്റേ കടലേ. നമുക്കെല്ലാവർക്കും കാറ്റേ കടലേ എന്ന കവിതയുടെ പിറവി എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ പി രാമചന്ദ്രൻ. ഇന്ന് വീണ്ടും മറ്റൊരു കവിതയെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നതിനാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കവിത കാറ്റേ കടലേ എന്ന ശീർഷകത്തിൽ 2000-നോടടുത്ത് ആ കാലഘട്ടത്തിൽ വന്ന ഒരു കവിതയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത്. ഈ കാറ്റേ കടലേ എന്ന കവിതയുടെ ഈ ശീർഷകം കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് പ്രകൃതിയുമായി അല്ലെങ്കിൽ പരിസ്ഥിതിയും ഒക്കെയായി ബന്ധപ്പെട്ടതാണ് എന്ന് തോന്നും. സത്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് എഴുതുന്നത്. പൊതുവെ എൻ്റെ ഈ കവിതകളിൽ പാരിസ്ഥിതികമായ ഉത്കണ്ഠകൾ അതിൻ്റെ പ്രമേയമായി ധാരാളമായി പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അതിന് ഉദാഹരിക്കാവുന്നൊരു കവിതയും ആണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടംകുളം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത 8-10 കുന്നുകളും അതിൻ്റെ താഴ്വരകളും ജലാശയങ്ങളും ഒക്കെ അടങ്ങിയ ഒരു പ്രദേശമാണ്. ഒരു പക്ഷേ പൊന്നാനി എന്നുള്ള തീരപ്രദേശം വിട്ട് ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ കിഴക്കോട്ട് പോരുന്നതോടുകൂടി ഈ സമനിരപ്പ് അവസാനിക്കുകയും കുന്നുകളും താഴ്വരകളും ഒക്കെ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടക്കമാണ് വട്ടംകുളം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബാല്യ, കൗമാര, യൗവന എല്ലാം ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ വയലുകളുടെ വരമ്പത്ത് കൂടെ നടന്നു പോകുന്നു, അതല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ കുന്നുകൾ കയറി ഇറങ്ങിയിട്ട് പോകുന്നു. ഇങ്ങനെ നടന്നിട്ടുള്ള ഒരു ശീലമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് നിന്ന് പെട്ടെന്ന് ഈ ലോറികൾ ഇങ്ങനെ കുന്നുംപുറത്തേക്ക് ലോറികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ലോറി മണ്ണ് നിറച്ച് ലോഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കാലത്ത് തന്നെയാണ് കേരളത്തിലെ വലിയ എക്സ്പ്രസ് ഹൈവേകളുടെ നിർമ്മാണം ഒരു ഭാഗത്ത് നടക്കുന്നത്. അപ്പോൾ അന്നേ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ഈ ഹൈവേ വരുന്നതോടുകൂടി എന്താ പറയുക, ഈ ഗ്രാമങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് രണ്ടായി പിളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പാരിസ്ഥിതികമായ ഉത്കണ്ഠകൾ പലരും വരുത്തിയിരുന്നു. പക്ഷേ എനിക്കങ്ങനെ അത്തരം ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ കൺമുന്നിൽ കണ്ട, ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് പറയുന്നത്. പലപ്പോഴും ഈ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നടന്നു പോയിരുന്ന കുന്നുകൾ വളരെ പെട്ടെന്ന് ഉയരം കുറഞ്ഞു വരികയും മണ്ണെടുത്ത് നിരപ്പാവുകയും ചെയ്യുന്ന കാഴ്ചകൾ. പ്രത്യേകിച്ച് എൻ്റെ തറവാട്, ഞാൻ താമസിച്ചിരുന്ന തറവാടിൽ നിന്ന് നേരെ കിഴക്ക് ഭാഗത്ത് ചോലക്കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ ശിരസ് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞതുപോലെ ആയിട്ടുണ്ട്. വേറെയും ഒരുപാട് കുന്നുകൾ അങ്ങനെ ആ പ്രദേശത്തുനിന്ന്. ഒരു പക്ഷേ അത് വട്ടംകുളം പഞ്ചായത്തിൻ്റെ മാത്രം കാര്യമായിരിക്കില്ല, കേരളത്തിലുടനീളം സംഭവിച്ചിരിക്കാം. പക്ഷേ എൻ്റെ മുറ്റത്ത്, എൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുള്ള കാര്യമാണ്, ഞാൻ എനിക്ക് നേരിട്ട് പ്രത്യക്ഷത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ, ഉമ്മറക്കോലായിൽ രാത്രി എടുക്കാൻ മറന്ന് വെച്ച കിണ്ടി പിറ്റേന്ന് പുലർച്ചയ്ക്ക് കാണാതാവുന്നത് പോലെ ഒരു കുന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ, ഈ അതിഥികളൊക്കെ വരുന്ന കാലത്ത്, പഴയ കാലത്ത് ടാപ്പും ടാങ്കും ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട് കോലായിൽ വയ്ക്കും. ആളുകൾ വന്നാൽ കാല് കഴുകി അകത്തേക്ക്
പ്രവേശിക്കും. അതിനു വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അങ്ങനെയുള്ള ഇത് രാത്രിയിൽ എടുത്തു വയ്ക്കാൻ മറന്നത് ഇത് രാത്രിയിൽ ഏതോ കള്ളൻ കട്ടുകൊണ്ടുപോകുന്നത് പോലെ ഒരു കുന്ന് പിറ്റേന്ന് പുലർച്ചയ്ക്ക് കാണാതായി എന്നൊരു അതിശയോക്തിപരമായ ഒരു പ്രസ്താവനയോട് കൂടിയിട്ടാണ് ആ കവിത ആരംഭിക്കുന്നത്. അങ്ങനെ കുന്നുകളെല്ലാം പിന്നെ കുന്നുകളുടെ പേരുകൾ പറയുന്നുണ്ട് ആ കവിതയിൽ. പന്തലംകുന്ന്, പറക്കുന്ന്, ചോലക്കുന്ന്, കരിമ്പനക്കുന്ന് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള യഥാർത്ഥത്തിലുള്ള കുന്നുകളുടെ പേരാണ്. ഇതെല്ലാം ഈ കുന്നുകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? അവരെല്ലാം ലോറിയിൽ കയറി പണിക്ക് പോവുകയാണെന്നാണ് എൻ്റെ ഒരു അലങ്കാരമായിട്ട് പറയുന്നത്. ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ പിന്നെ എന്താ പറയുക, തൊട്ടിലിട്ട് ഉറക്കി കിടത്തുകൊണ്ട് കുന്നുകളെല്ലാം അമ്മമാരെ പോലെ പണിക്ക് പോകുന്നു. ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വലിയൊരു ഹൈവേയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിക്കപ്പെട്ട ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ആ കവിതയുടെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, കാറ്റേ കടലേ തെങ്ങോലകളെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമാകാൻ പോകുന്നു. അപ്പോൾ ബഷീറിൻ്റെ കഥയിലെ നാരായണി ആകാശത്തേക്ക് ചുള്ളിക്കമ്പ് എറിഞ്ഞതുപോലെ എന്തെങ്കിലും അടയാളം കാട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആ കവിത അവസാനിക്കുന്നത്. കൃത്യമായ വരികൾ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. അങ്ങനെയാണ് കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ കവിതയ്ക്ക് വലിയ സ്വീകരണമാണ് ആ കാലത്ത് ലഭിച്ചത്. പ്രത്യേകിച്ച് ഈ എക്സ്പ്രസ് ഹൈവേയുടെയും ഈ വികസനത്തെക്കുറിച്ച്, അശാസ്ത്രീയമായ വികസനത്തെക്കുറിച്ചുള്ള ധാരാളം പാരിസ്ഥിതിക ഉത്കണ്ഠകൾ പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ സ്വീകരണം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വന്നതിന് ശേഷം ആ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വന്നു, കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലൊക്കെ വന്നു. ആ കവിതയെക്കുറിച്ചും അത് പക്ഷേ ഗദ്യത്തിലുള്ള കവിത ആയതുകൊണ്ട് അങ്ങനെ ചൊല്ലി കേൾപ്പിക്കുന്നത് അത്ര കുറവായിരുന്നു. എന്നാലും അത് ആശയതലത്തിൽ ഒരു സന്ദേശം എന്നുള്ള രൂപത്തിൽ ആ കവിത സ്വീകരിക്കപ്പെട്ടിരുന്നു. പിന്നീട് അതിന് വിമർശനങ്ങളും വരെയുണ്ടായി ആ കവിതയെക്കുറിച്ച്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഈ കുന്നുകളെ കിണ്ടിയോട് സാദൃശ്യപ്പെടുത്തിയതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കിണ്ടി എന്ന് പറയുന്ന ഒരു സവർണ ബിംബമാണ്, ഒരു പ്രതീകമാണ്. അപ്പോൾ ഈ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു ജന്മിയുടെ സങ്കടം പോലെയാണ് ആ കവിത ആരംഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിന് ചില വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ, കിണ്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു സവർണ ബിംബമായി തീരുന്നത്? അതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ്? കാല് കഴുകുന്നതിന് വേണ്ടി വെള്ളം വയ്ക്കുക. അത് പിന്നെ ഓട്ടുകിണ്ടി ആവണമെന്നില്ലല്ലോ. അത് മണ്ണിൻ്റെ കിണ്ടികളുണ്ട്, അലുമിനിയത്തിൻ്റെ ഉണ്ട്. ആ കിണ്ടി എന്ന് പറയുന്ന ആ ഒരു വെസൽ എന്തൊരു മനോഹരമായ ശില്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ഈ ശരിക്കും പറയാച്ചാൽ നമ്മുടെ പ്ലംബിങ്ങും ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കണ്ടുപിടുത്തമാണത്. അതിനകത്ത് ഒരു ടാങ്ക് ഉണ്ട്, അതിനകത്തൊരു പൈപ്പുണ്ട്. ഇതിങ്ങനെ ഈ ഒരു കിണ്ടി ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗണപതി വിഗ്രഹം പോലെ മനോഹരമായ ഒരു കലാശില്പം കൂടിയായിരിക്കും അത്. അപ്പം ഇതെങ്ങനെ ഒരു സവർണ്ണബിംബം എന്ന് എനിക്ക് മനസ്സിലായില്ല. മാത്രമല്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പ്രഭാഷകൻ, ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ക്യാമ്പ് മറ്റാണ്, അവിടെ വെച്ചിട്ട് അദ്ദേഹം ഈ പ്രതീകം ഉപയോഗിച്ചതിനെ വളരെ അഭിനന്ദിച്ച് സംസാരിക്കുകയുണ്ടായി. അതെനിക്ക് ഭയങ്കര കൗതുകമായി. അതായത് ഈ വാസ്തവത്തിൽ കുന്നുകൾ ഗ്രാമപ്രദേശങ്ങളിലെ ജലസംഭരണികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷകാലത്ത് വയലുകളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ വെള്ളത്തെ ഈ കുന്നുകൾ മുകളിലേക്ക് ഇങ്ങനെ ആഗിരണം ചെയ്യും. ഈ കാപ്പിലറി ആക്ഷൻ എന്തോ പറയുക അതിന്. അങ്ങനെ ഇപ്പം നിലവിളക്കിലെ എണ്ണയെ ഉണങ്ങിയ തിരി അതിൻ്റെ അഗ്രത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന സുഷിരങ്ങളിലൂടെ ആഗിരണം ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ ഈ താഴ്വരയിൽ കെട്ടി നിൽക്കുന്ന ജലത്തെ കുന്ന് മുകളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അവിടെ സംഭരണീക വയ്ക്കുകയും പിന്നീട് വേനൽക്കാലത്ത് നീരുറവുകളായിട്ട് കിണറുകളിലേക്ക് ഈ ജലത്തെ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ പ്രകൃതി കുന്നുകൾ എന്ന് പറയുന്നത് ഈ കിണ്ടിയുടെ അല്ലെങ്കിൽ ഈ ജലസംഭരണിയുടെ ധർമ്മം തന്നെയാണ് നിർവഹിച്ചിരുന്നത്. ഇത് സത്യത്തിൽ എനിക്ക് അറിയില്ല. ഞാൻ ഈ കാപ്പിലറി ആക്ഷനുള്ള ഈ ശാസ്ത്ര തത്വത്തെക്കുറിച്ചും എനിക്കറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞാൽ കൃതി എന്ന് പറയുന്നത് വായനക്കാരൻ കൂടി ഉണ്ടാക്കുന്നതാണ്. കൃതി ഒരു കൃഷിഭൂമി എന്നാണ് പറയുക. അതിൽ നിങ്ങൾ ഇറക്കുന്ന വിത്തിനനുസരിച്ചുള്ള വിള നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് അതിനെ ഈ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനും ആ കവിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു രസം എനിക്ക് തോന്നിയത്, കുന്നുകൾ ഇത് വികസനവുമായി ബന്ധപ്പെട്ട പലപ്പോഴും കവികളും കലാകാരന്മാരും ഒക്കെ ഈ വികസനത്തിനെതിരാണെന്നുള്ള പൊതുവെ ഇതിങ്ങനെ പറയുന്നത്.
അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? അതായത് അതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പം സത്യത്തിൽ ഗാന്ധിജിയുടെയും ഒക്കെ അല്ലെങ്കിൽ ഭാരതീയ ഇതിഹാസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ലങ്കയിൽ പിന്നെ ഈ വാനര സൈന്യം എല്ലാവരും മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന സമയത്ത് മൃതസഞ്ജീവനി കൊണ്ടുവരാൻ ജാമ്പവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഹനുമാൻ ഈ മലയിൽ പോയിട്ട് മൃതസഞ്ജീവനി നിൽക്കുന്ന മലയെ ഒന്നിച്ചെടുത്തു കൊണ്ടുവരിക. കാരണം ആ മൃതസഞ്ജീവനി എന്നുള്ള സസ്യം മാത്രം തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള നേരം ഇല്ല. അപ്പോൾ അദ്ദേഹം ഈ മല മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് വരികയും എന്നിട്ട് ഈ യുദ്ധസ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുകയും അതിൽ നിന്ന് ഈ മൃതസഞ്ജീവനി എടുത്ത് ഇവരെയെല്ലാം ഈ മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്തുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെയാണ് രാമായണത്തിൽ ഈ മലയെ അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോയി തലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതാണ് അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. അതാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ നശിപ്പിച്ച തൻ്റെ ആവശ്യം കഴിഞ്ഞ് ഈ മലയെ വാങ്ങുക, കുടിക്കുക, പുറത്തേക്ക് എറിയുക എന്ന് പറയുന്നത് പോലെ ഒരു ഡിസ്പോസിബിൾ ആക്കിയിട്ട് മാറ്റുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിഹാസം പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷനും സാധ്യതയുണ്ട്. പക്ഷേ ഈ കവിത എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു മാധ്യമം എന്നുള്ളതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ആംബിഗ്വിറ്റിയാണ്, അതിൻ്റെ സന്ദിഗ്ധതയാണ്. അത് ഒന്ന് മാത്രമല്ല പറയുന്നത്, അനേകം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കവിതാ വിചാരം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. കാറ്റേ കടലേ. രചന PP രാമചന്ദ്രൻ. അവതരണം കാവ്യ ഭാസ്കർ. ഉമ്മറക്കോലായിൽ നിന്നും രാത്രിയിൽ എടുത്തു വയ്ക്കാൻ മറന്ന കിണ്ടി കളവു പോയതുപോലെ വയൽക്കരയിലുള്ള ഒരു കുന്ന് പുലർച്ചയ്ക്കു കാണാതായി. മഴയും വെയിലും എവിടെയെല്ലാം തിരഞ്ഞു. പിന്നെയും ബാക്കിയായ ഒരു കുന്നിന്റെ പള്ളക്കാണ് എന്റെ വീട്. ഇപ്പോ കുന്നുകളെല്ലാം റോഡ് പണിക്ക് പോകുന്നു. കരയുന്ന വീടുകളെ ഉറക്കി കിടത്തിക്കൊണ്ട്. പന്തളംകുന്ന്, പൂത്രക്കുന്ന്, പുളിയാറക്കുന്ന്, പാറക്കുന്ന്, ചോലക്കുന്ന്, ചന്തക്കുന്ന്, കരിമ്പനക്കുന്ന് പേരു വിളിക്കുമ്പോൾ വരി വരിയായി വന്ന് ലോറിയിൽ കയറണം. പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. നിരപ്പാക്കിയ തലയിൽ 8 വരി പാത ചുമന്ന് നിന്നുകൊള്ളണം. തലയ്ക്ക് മീതെ കാലം ശുന്നു പായും, അനങ്ങരുത്. കാറ്റേ കടലേ തെങ്ങോലകളെ, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമാകാൻ പോകുന്നു. ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. ബഷീറിന്റെ കഥയിലെ നാരായണി ആകാശത്തേക്ക് ചുള്ളിക്കമ്പെറിഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും അടയാളം കാട്ടണം. ഞാൻ നോക്കിയിരിക്കും.